നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ഫിഷിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നെത്തോലി ഫ്രൈ അഥവാ കൊഴുവ ഫ്രൈ. ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നോർമൽ ചില്ലി പൗഡറാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. ഇനി 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ലൈം ജ്യൂസ്. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെള്ളം കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇതിൻ്റെ ഗ്രേവി വേണ്ടത്. ലൂസായി പോകാൻ പാടില്ല. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഗ്രേവി വേണ്ടത്. ഇനി നമുക്കിത് മീൻ ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 300 ഗ്രാം നെത്തോലി മീനാണ് എടുത്തിട്ടുള്ളത്. മീൻ നമുക്ക് ഈ കൂട്ടിലേക്കിട്ട് നല്ലപോലെ പുരട്ടിയെടുക്കാം. നമ്മൾ കൈകൊണ്ട് തന്നെ പുരട്ടിയെടുക്കണം. നെത്തോലി നല്ലപോലെ ഇൻഗ്രീഡിയൻസുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റാവാനായിട്ട്, മാരിനേഷൻ സെറ്റാവാനായി ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. നെത്തോലി മീൻ മാരിനേഷനൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈയിങ് പാനിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കണം, അതാണ് അതിന് ടേസ്റ്റ്. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഫ്ലിപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് ആ സൈഡിലൂടെ ഫ്രൈ ആകുമ്പോഴത്തേക്കും മീൻ റെഡിയായി. രണ്ട് സൈഡും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് എണ്ണയിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 6 മുതൽ 7 വരെ വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിനരിഞ്ഞത് ചേർത്ത് വഴറ്റാം. ഇനി ഒരു ചെറിയ സവാള നീളത്തിനരിഞ്ഞത് ചേർത്ത് വഴറ്റാം. അതിനോടൊപ്പം തന്നെ കുഞ്ഞുള്ളി കൂടെ ഒരു 10 മുതൽ 12 എണ്ണം വരെ ചെറിയ ഉള്ളി അതിങ്ങനെ നീളത്തിലരിഞ്ഞത് കൂടെ ചേർത്ത് നമുക്കിത് രണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ ബാക്കി വന്ന ഗ്രേവി ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ നോർമലി നെത്തോലി ഫ്രൈ ചെയ്തതിൽ നിന്നും ഒരു സ്ലൈറ്റ് ഡിഫറൻസ്, ഒരു വ്യത്യാസത്തോടു കൂടിയുള്ള നെത്തോലി ഫ്രൈ. നല്ല ടേസ്റ്റാണിത്. സവാളയും ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലാസ്റ്റിലായിട്ട് ഒരു പച്ചമുളക് ഇങ്ങനെ നീളത്തിലരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അധികം വഴണ്ട് കിട്ടേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഈ ഗ്രേവി ആയിട്ടൊന്ന് മിക്സ് ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വളരെ പതിയെ വേണം നമ്മളിതെല്ലാം ഫ്ലിപ്പ് ചെയ്യാനായിട്ട്, കാരണം മീൻ പൊടിഞ്ഞു പോവും. വളരെ സോഫ്റ്റ് ആണല്ലോ, അത് കാരണം ഇളകി പോവാതെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് മിക്സ് ചെയ്യണം. നെത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഈ നെത്തോലി ഫ്രൈ മാറ്റാം. ഇപ്പം ഞാനിന്ന് തയ്യാറാക്കിയ ഈ നെത്തോലി ഫ്രൈഡ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ഈ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കിയതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ, ബൈ.